പുലർവേള തുടരുന്ന ലോക ഉറക്ക ദിനമാണ്. എന്തായാലും ഉറങ്ങുന്നവർ അറിയുന്നില്ല, അറിയുന്നവർക്കാകട്ടെ ഉറങ്ങാനേ കഴിയില്ല. നല്ല കൂർക്കം വലിക്കാരുടെയും അവർക്കൊപ്പം കിടന്നുറങ്ങേണ്ടി വരുന്ന ഹതഭാഗ്യരുടെയും അവസ്ഥയാണ് ലോക ഉറക്ക ദിനത്തിൽ പറഞ്ഞു വരുന്നത്. ഒപ്പം ഉറങ്ങുന്നവർക്കൊരു ശല്യം എന്നതിനപ്പുറം കൂർക്കം വലിക്കുന്നവർക്ക് തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നമായി മാറുന്നുവെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സുഖനിദ്രയുടെ അടയാളമായിരുന്നു ഇക്കാലം അത്രയും കൂർക്കം വലി. എന്നാൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന് മാത്രമല്ല, ആരോഗ്യത്തെ ആകെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമായി കൂർക്കം വലി മാറുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ മുന്നറിയിപ്പ്. സൂക്ഷിച്ചില്ലെങ്കിൽ പുകവലി പോലെ കൂർക്കം വലിയും നിങ്ങളെ വലിയ രോഗിയാക്കുമത്രേ. ഡോക്ടറിന് കൂർക്കം വലി ഉണ്ടാന്ന് ചോദിച്ചു. കൂർക്കം വലി ഉണ്ട്. കാരണം മറ്റുള്ളവർ കൂർക്കം വലി സാധാരണ കൂർക്കം വലി അല്ല ജസ്റ്റിനെ സംബന്ധിച്ച്. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരു അനക്കവും ഇല്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മ ഞെട്ടിത്തെറിച്ചുള്ളൊരു ശ്വാസം എടുക്കൂലേ, ആ എടുക്കലോടുകൂടിയാണ് ജസ്റ്റ് എടുക്കുന്നത് തന്നെ. ആൾക്കാരുടെ വിചാരം ഒരു കൂർക്കം വലി അത് നോർമൽ ഒരു സംഗതിയല്ലേ, നല്ലൊരു ഉറക്കത്തിന്റെ ലക്ഷണമല്ലേ. അല്ലെങ്കിൽ എന്നോട് പറയും കുറച്ചൊരു കൂർക്കം വലിയേ ഉള്ളൂ, വലിയ കൂർക്കം വലിയില്ല. ഈ കൂർക്കം വലിയുടെ സൗണ്ട് അല്ല അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ആക്ച്വലി അത് കൂർക്കം വലിച്ചു കഴിഞ്ഞിട്ട് അത് കാരണം ഓക്സിജൻ ലെവൽ എത്രത്തോളം കുറയുന്നു ഉള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ശ്വാസം 10 സെക്കൻഡ് തൊട്ടിട്ട് 1 മിനിറ്റോളം നിലയ്ക്കുന്നുണ്ട്. അത് ഈ ഒരു 5-8 മണിക്കൂറും ആൾ ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അത് പറ്റുകയാണ്. അപ്പൊ ഇങ്ങനെ കുറെ കൊല്ലങ്ങൾ ഉണ്ടാവുമ്പോഴത്തേക്കും ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് അത് പല അവയവങ്ങളെ ബാധിക്കും. ഇപ്പൊ ഹാർട്ടിനെ ബാധിക്കാം. ഹാർട്ടിനെ ബാധിച്ചിട്ടാണ് ഒരു 70% ഹാർട്ട് അറ്റാക്സ് നന്ന രാവിലെ പുലർച്ചെ ഉണ്ടാവുന്ന ഹാർട്ട് അറ്റാക്സും ഇപ്പൊ സ്റ്റഡീസ് കാണിക്കുന്നത് അതെല്ലാം ഈ ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ അല്ലെങ്കിൽ കൂർക്കം വലി കാരണം വരുന്നതാണ്. കാലയില് നീര് വന്ന് അങ്ങനെ ലൂർദിലെ കാണിച്ചുകൊണ്ടിരുന്ന വെച്ചത്. അപ്പൊ അവിടുന്ന് ESIലോട്ട് വിട്ട് ESIന്ന് തിരിച്ച് ഇങ്ങാടെ വിട്ടത് ഇവിടുത്തെ ന്യൂറോനെ കാണിക്കാൻ. അപ്പൊ ന്യൂറോന് പറഞ്ഞ് ന്യൂറോന്റെ കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ ENTനെ കണ്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ENTനെ കണ്ട് അപ്പോഴാണ് വൈഫ് കൂർക്കമ്പലിന്റെ കാര്യം പറഞ്ഞത് ഡോക്ടറോട്. അങ്ങനെ ഡോക്ടർ ഒരു നൈറ്റില് ഒരു ഇതുണ്ടായി, ചെക്കപ്പ് ഉണ്ടായി. അത് ചെയ്തപ്പോ പറഞ്ഞിങ്ങനെ ഓക്സിജന്റെ അളവ് കുറവായിരുന്നത്. ഇപ്പൊ 2 അറ്റാക്ക് കഴിഞ്ഞാണ്. അപ്പൊ അതുകൊണ്ടാണ് അറ്റാക്ക് വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത്രയും ലൗഡായിട്ടുള്ള സ്നോറിംഗ് ഉണ്ടാകുമ്പോൾ അപ്പൊ ഒരു 60-70 ഡെസിബിൾസ് ആണ് സ്നോറിംഗ് പോണത്. അത് അത്രയും ലൗഡായിട്ടാണ് ആ പേഷ്യന്റ് കൂർക്കം വലിക്കുന്നത്. നമുക്ക് നോർമലായിട്ടൊരു ഓക്സിജൻ സാച്ചുറേഷൻ ഒരു ആൾക്ക് 90-95% വേണം. പക്ഷെ ഈ സ്നോറിംഗിന്റെ സമയത്താണ് അവർക്ക് ആ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നത്. ഈ കണ്ടതാണ് സ്ലീപ്പ് സ്റ്റഡി. ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ കിടത്തി ഉറക്കം വിശദമായി പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ സ്ലീപ്പ് സർജറി നിർദ്ദേശിക്കും. ഉറക്കം നന്നാക്കാൻ ഓപ്പറേഷനോ എന്നതാകും സ്വാഭാവികമായ സംശയം. എന്നാൽ വരാനിരിക്കുന്ന വലിയ രോഗങ്ങൾക്കുള്ള ചെറിയ പ്രതിവിധി മാത്രമാണിതെന്ന് പറയുന്നത് ഡോക്ടർമാർ മാത്രമല്ല, സ്ലീപ്പ് സർജറി കഴിഞ്ഞ രോഗികളും കൂടിയാണ്. സ്ലീപ്പ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് ഈ ബ്ലോക്ക് എന്നുള്ളത് അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എയർവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നും ക്ലിയർ ആയിട്ട് ഉറങ്ങാം. നാവിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നാവിന്റെ ബാക്കിലാണ്. അപ്പൊ സംസാരശേഷിക്ക് പ്രോബ്ലം ഇല്ല, ടേസ്റ്റ് ബഡ്സിന്റെ പ്രോബ്ലം ഒന്നുമില്ല, നമ്മൾ കാണാത്ത പാട്ട്. അപ്പൊ സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റ് നോക്കുവാണെങ്കിൽ വയറുള്ളിലും മൂക്കിന്റെ ഉള്ളിൽ കൂടി ചെയ്യുന്നതുകൊണ്ട് പുറത്ത് സ്കാർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും പറയും സിവിയർ സ്നോറിംഗ് ഉണ്ട്. അപ്പം ഈ ബ്രത്ത് നിൽക്കുന്നുണ്ടെന്ന് ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. രാവിലെ എണ്ണീക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എണ്ണീക്കാൻ പറ്റൂല. അപ്പൊ ആ സമയത്ത് നമ്മളൊരു മാരത്തൺ ഓടി പോലെ ഇരിക്കും. ഉച്ചയ്ക്കും ഈ ഡേ ടൈം സ്ലീപ്പിനെസ് വരും. പകലുറങ്ങും. ഈ കാറ്റടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും പെട്ടെന്ന്. ഞാൻ ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഉറക്കത്തിൽ ഉറങ്ങിപ്പോയിട്ട് വണ്ടി ഒന്ന് ഇടിച്ച് അങ്ങനെ ആക്സിഡന്റ് ആയി. A lot of people are not knowing about the problem. And also the reason is this is only happening in the night. Daytime അവർ എണ്ണീറ്റ് കഴിഞ്ഞാൽ then they're not thinking about it. But this is a slow killer. It will affect every organ in the body. ഡയബറ്റിസ്, ഷുഗർ വരാം. കാരണം ഇൻസുലിന്റെ ഒരു റെസിസ്റ്റൻസ് വരും ബോഡിയിൽ. കാരണം ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴത്തേക്കും BP ചിലപ്പോൾ ഒരു മരുന്നുകൊണ്ട് മാത്രം കൺട്രോൾ ആവുന്നുണ്ടാവില്ല. 2-3 മരുന്ന് കഴിക്കണം.
അപ്പൊ പേഷ്യൻസ് ഇത് 2-3 മരുന്ന് കഴിക്കും, BP കൺട്രോൾ ആക്കും. പക്ഷെ ഇതിന്റെ കാരണം ഈ ഒരു കൂർക്കം വലിയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അതേമാതിരി ഹാർട്ടിന് റേറ്റ് കൂടാം, ചിലപ്പോൾ ഒരു 40% ചാൻസ് ഉണ്ട് സ്ട്രോക്ക് വരെ വരാനായിട്ട് ഈ പേഷ്യൻസിന്. അപ്പൊ ആക്ച്വലി എനിക്ക് 2-3 പേഷ്യൻസ് ഉണ്ടായിട്ട് അവർ രാത്രി പറയുന്നത് ഞങ്ങൾ ഉറങ്ങുന്നില്ല, കാരണം ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കൂടെയുള്ള റൂംമേറ്റ്സ് കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഒരാൾ ഇൻഫാക്ട് രാത്രിയെല്ലാം പുറത്തു പോയി ഇരിക്കുകയായിരുന്നു, അയാള് നടക്കുകയായിരുന്നു, അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് അയാൾ പിന്നെ വന്നത്. ഡ്രൈവേഴ്സ് എനിക്ക് മെയിൻലി വന്നിരിക്കുന്ന ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ്, അവർക്ക് 2-3 ആക്സിഡന്റ്സ് വന്നിട്ട് പിന്നെ അങ്ങേ അറ്റെത്തി ഉറങ്ങിപ്പോയിട്ട് പിന്നെ അവർക്ക് തിരിച്ചിങ്ങോട്ട് വന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. പണ്ടേ ഉറക്കത്തിന് അകമ്പടിയായ കൂർക്കം വലി പെട്ടെന്ന് എങ്ങനെ വില്ലനായി മാറുന്നുവെന്ന സംശയം സ്വാഭാവികം. മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളെയും പോലെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരഘടനയെ മാറ്റിമറിക്കുന്നത് തന്നെ കാരണം. ക്യാമറമാൻ കനൽലാലിനൊപ്പം അനിൽ ഇമാനുവൽ, മനോരമ ന്യൂസ്, കൊച്ചി. ഈ ഉറക്കദിനത്തിൽ ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്ന ഡോക്ടർ രഞ്ജിനി രാഘവൻ, ENT വിദഗ്ധയാണ്, സൺറൈസ് ഹോസ്പിറ്റൽ, കൊച്ചി. എന്തായാലും ഈ ഒരു ഉറക്കദിനത്തിൽ വലിയൊരു ആശങ്ക നൽകുന്ന ഒരു കാര്യം കൂർക്കം വലി തന്നെയാണല്ലോ. ഒരു പക്ഷെ ആ റിപ്പോർട്ട് കാണുന്നവർ, അവരുടെ ബന്ധുക്കളും ഒക്കെ, കൂർക്കം വലിക്കുന്നവരുടെ ബന്ധുക്കളും ഒക്കെ ഭയന്നു പോകും, അല്ലെങ്കിൽ ആശങ്കപ്പെട്ടു പോകും. ഇത്രയും ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത്. എന്താണ് വൈദ്യശാസ്ത്ര പഠനം ഈ കൂർക്കം വലിയെക്കുറിച്ച് കൂടുതൽ പറയുന്നത്? പണ്ടൊക്കെ ആൾക്കാരുടെ വിചാരം കൂർക്കം വലി ഒരു നല്ല ഉറക്കത്തിന്റെ ലക്ഷണമാണ്. ഇപ്പോഴും കുറെ പേരുടെ വിചാരം ഒരു കൂർക്കം വലി ശരിക്കും അത് വലിയൊരു കുഴപ്പമില്ല, സൗണ്ട് സ്ലീപ്പ് അല്ലേ എന്നുള്ളൊരു വിചാരമാണ്. പക്ഷെ ആക്ച്വലി അതല്ല. കാരണം കൂർക്കം വലിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളൊരു എടുക്കുന്ന ശ്വാസത്തിന് എവിടേക്കോ ഒരു തടസ്സം വന്നിട്ട് ശ്വാസം താഴെ ലങ്സിലേക്ക് പോകുന്നില്ല. അപ്പൊ അവിടെ അത് ഇങ്ങനെ കെട്ടി നിന്ന് അവിടുത്തെ ഒരു വൈബ്രേഷൻ, കാരണം ആ ഒരു കെട്ടി നിന്നതുകൊണ്ട്, ആ ഒരു മൂവ്മെന്റ് അവിടെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ടിഷ്യൂ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും കൂർക്കം വലി. അപ്പൊ കൂർക്കം വലി ഉണ്ടായാൽ അതിന്റെ അർത്ഥം നമ്മൾ എയർവേ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല, എയർ ശരിക്കും നമ്മുടെ ശ്വാസനാളത്തിൽ കൂടെ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല. അപ്പൊ കൂർക്കം വലി ഒരിക്കലും ഒരു നല്ല ഉറക്കത്തിന്റെയോ ഒരു ലക്ഷണമേ അല്ല. ആ തടസ്സം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? ഈ തടസ്സം സാധാരണ വരുന്നത് എന്താ വെച്ചാല്, ഒന്നെങ്കിൽ നമ്മുടെ ഒരു അനാറ്റമി, പലരും ചില ആൾക്കാർക്ക് താടി കുറച്ച് ചെറുതായിരിക്കാം, മൂക്കിന് പാലത്തിന് വളവുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ വണ്ണം കൂടുന്നത് കൊണ്ട് കൊഴുപ്പ് ഡെപ്പോസിറ്റ് ആവും. ഇപ്പൊ ഈ കൊഴുപ്പ് നമ്മള് വയറിൽ കാണാം, അല്ലെങ്കിൽ വയർ തൂങ്ങി നിൽക്കുന്ന കാണാം. പക്ഷെ ആൾക്കാർ മനസ്സിലാവാത്ത എന്താ വെച്ചാല് ഈ ശ്വാസനാളത്തിലും നാവിന്റെ പിന്നിലെ ഭാഗത്ത്, നമ്മൾ കാണാത്ത ഭാഗത്ത് ഒരു കൊഴുപ്പ്, ഒരു 23 to 30% കൊഴുപ്പ് അവിടെ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നാവിന്റെ ബാക്കിലത്തെ പോർഷൻ അതങ്ങോട്ട് പിന്നിലേക്ക് എല്ലാ മസിൽസും അയഞ്ഞ് റിലാക്സ്ഡ് ആവുമ്പോൾ, കാരണം ഉറക്കത്തിൽ എല്ലാ മസിൽസും റിലാക്സ്ഡ് ആവും, ആ സമയത്ത് നാവിന്റെ മസിൽസ് റിലാക്സ്ഡ് ആവുമ്പോൾ നാവും അണ്ണാക്കും എല്ലാം പിന്നോക്കം പോയി ആ ശ്വാസനാളം കംപ്ലീറ്റ് ആയിട്ട് അടയുക. അപ്പോഴാണ് ഈ ഒരു കൂർക്കം വലി തുടങ്ങുന്നത്. അപ്പോൾ കൊഴുപ്പ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലർക്ക് ജന്മന ആ ഒരു നാവിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അണ്ണാക്കിന്റെ നീളം കുറച്ചതായിരിക്കും, അങ്ങനെയായാലും ഈ ഒരു പ്രോബ്ലംസ് വരും. ഇപ്പൊ ചിലരൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ശ്വാസം എടുക്കുന്നതിന്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടാണോ ചിലപ്പോൾ ആദ്യം ഇങ്ങനെ പതുക്കെ കുറച്ച് സൗണ്ടിലായിരിക്കും, പിന്നെ ഇങ്ങനെ കൂടി വരും, പിന്നെ ഒരു ഹൈ സ്റ്റേജിലേക്ക് എത്തും, ഒരു മ്യൂസിക് ഇതുപോലെ പോകും. അതെന്തുകൊണ്ടാണ്? അതെന്താ വെച്ചാൽ ആ ഒരു ശ്വാസനാളം തുടക്കത്തിൽ ചെറുതായിട്ട് അടയുള്ളൂ, പിന്നെ ആ ഉറക്കത്തിന്റെ ഡെപ്ത് കൂടുമ്പോൾ ആ മസിൽസ് കൂടുതൽ റിലാക്സ് ആകുമ്പോഴത്തേക്കും ഇത് കൂടുതൽ അടഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് അടയും. ഈ കംപ്ലീറ്റ് ആയിട്ട് അടയുമ്പോഴത്തേക്കും നമ്മളെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരം അയക്കും. അപ്പൊ ആ ഉറക്കത്തിന് എന്താ വെച്ചാൽ അപ്പൊ ഒരു കുറച്ച് സെക്കൻഡ്സിന് ഒരു ശബ്ദവും കേൾക്കില്ല, അത് കൂടി വന്ന് കുറച്ചു നേരത്തേക്ക് ഒരു ശബ്ദവും കേൾക്കില്ല. അപ്പൊ എന്താ വെച്ചാൽ ഓക്സിജൻ സപ്ലൈ തീരെയില്ല, വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് പോവും, എന്നിട്ട് നമ്മുടെ ഉറക്കത്തിന്റെ ആ ഒരു ഡെപ്ത് കുറയും. അപ്പൊ കുറച്ചുകൂടി കോൺഷ്യസ് ആകുമ്പോഴത്തേക്കും പിന്നെയും നമ്മുടെ മസിൽസിന്റെ ടോൺ കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പൊ പിന്നെയും ശ്വാസം എടുക്കും, പിന്നെയും ഇത് ഇങ്ങനെ എല്ലാ രാത്രിയും ഇതാണ് ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് ഇങ്ങനെ കൂർക്കം വലി കൂടി വന്ന് കുറെ ഒരു ഹൈ ഡെപ്ത് നല്ലോണം കൂടുമ്പോഴത്തേക്കും പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടാവില്ല, പിന്നെ അത് പിന്നെയും തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു വലിയൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് അല്ലെ? മൂക്കടപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ, കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിലുള്ള ഇത്തരത്തിൽ കൂർക്കം വലി ഉണ്ടാകുമോ? മൂക്കടപ്പ് കൊണ്ട് മാത്രം വരുന്നില്ല, കാരണം പലരുടെയും വിചാരം അതുകൊണ്ടാണ്, കാരണം ഈ ഒരു മൂക്കടപ്പ് കൊണ്ടാണ് ഈ ശ്വാസത്തിന് തടസ്സം വരുന്നത്, അതുകൊണ്ടാണ് ഈ കൂർക്കം വലി. ആക്ച്വലി അല്ല, കാരണം അത് മാത്രമേ ഒരു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂർക്കം വലി മാറില്ല.
അപ്പോൾ ശരിക്കും ഇത് മൾട്ടി ലെവലായിരിക്കും, പല ലെവലിലും ഉണ്ടാവും. അപ്പൊ അത് എല്ലാ ലെവലും ഏതൊക്കെയാണ് ചെക്ക് ചെയ്തിട്ട് വേണം അറിയാൻ. ചിലപ്പോൾ വളരെ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂക്കടപ്പ് മാത്രം കൊണ്ട് ആയിരിക്കാം. പക്ഷെ കൂടുതലും നാവിന്റെയും ഈ അണ്ണാക്കിന്റെയും പ്രോബ്ലം കൊണ്ടാണ് ഇത് വരുന്നത്. ഓക്സിജൻ ലെവൽ കുറയുന്നു ഉള്ളിലേക്ക്. ഓക്സിജൻ ലെവൽ കുറയും. പക്ഷെ അതെപ്പോഴാണ് ഒരു അപകടകരമായ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? കാരണം ഈ കുറെ കാലം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാല് ഈ ഒരു നമ്മുടെ ഓക്സിജൻ ലെവൽ നമ്മുടെ ബോഡിയിൽ 90 to 98% വേണം. ഇതെന്താ പറ്റുന്ന വെച്ചാൽ ഒരു 80%, 60% ഒക്കെ ആയി കുറയുന്നുണ്ട്. ഇത് കുറെ നാൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഡയബറ്റിസ്, അതേമാതിരി ഈ ഹൈ BP പ്രോബ്ലംസ്, ഹാർട്ട് അറ്റാക്ക്, ഈ രാവിലെ ഉണ്ടാവുന്ന ഹാർട്ട് അറ്റാക്സ് സാധാരണ പലരും ഈ ഒരു കൂർക്കംവലിക്കാരാണെന്നാണ് പഠനം കാണിക്കുന്നത്. ഒരു 70% ആൾക്കാരും ഈ ഒരു 4 മണി 5 മണിക്കൊക്കെ ഉണ്ടാവുന്ന ഹാർട്ട് അറ്റാക്സും ഈ ഒരു കൂർക്കംവലി കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഈ അമിത വണ്ണം ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം വരും എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്നും ആരും അത്ര ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ആരും അത് മനസ്സിലാക്കുന്നില്ല. അവരിപ്പോ വയർ ചാടുന്നുണ്ട്, അതിന്റെ ഒരു പ്രോബ്ലംസ് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കൂർക്കംവലി ഇതുകൊണ്ട് തന്നെ വരുന്നതാണ്. പക്ഷെ അതിനെപ്പറ്റി ആരും അധികം അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കഷ്ടം. നമ്മൾ വണ്ണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കംവലി കുറയും, തീർച്ചയായിട്ടും കുറയും. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കൊരു 25-26 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ഒരു മെറ്റബോളിക് റേറ്റ് കുറയുകയാണ്. അപ്പോൾ പലപ്പോഴും ആ ഒരു വണ്ണം കുറയ്ക്കാൻ കുറയും. എത്ര നമ്മൾ ഇപ്പൊ ചിലർ ഈ കൂർക്കംവലിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു 10-20 കിലോ കുറയേണ്ടി വരും. ആൻഡ് ഈ ഒരു കൂർക്കംവലി കാരണം തന്നെ ബോഡിയിലെ സ്റ്റീറോയിഡിന്റെ അംശം കൂടും. അപ്പോൾ അവർക്ക് വണ്ണം കുറയ്ക്കാനും ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും അതിന് വേറെ എന്തെങ്കിലും സർജിക്കൽ ഓപ്ഷൻസ്. ഈ ഒരു സ്ലീപ്പ് സർജറി അല്ലേ, ഇത് ശാശ്വതമായ ഒരു പ്രതിവിധിയാണോ? അവരത് കഴിഞ്ഞ് പിന്നെ വണ്ണം കൂടരുത്. അത് ഞാൻ പ്രത്യേകം പറയും. കാരണം അത് വണ്ണം കൂടുവാണെങ്കിൽ പിന്നെയും ഈ ഒരു പ്രോബ്ലം രണ്ടാമത് വരാം. കാരണം ഈ ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് ഒക്കെ വരുമ്പോൾ. അതേമാതിരി ആൽക്കഹോൾ, മദ്യം കഴിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ പുകവലിക്കുകയാണെങ്കിലും, കാരണം ആ ശ്വാസനാളത്തിന് ഉണ്ടാവുന്ന ആ ഒരു നീര് ഒരു 7 അല്ലെങ്കിൽ 8 തവണ ഇത് കൂടും ഒരു മദ്യം കഴിക്കുമ്പോൾ. അപ്പൊ ഒരു കൂർക്കം വലിക്കാത്ത ആളെന്നെ മദ്യം കഴിക്കുന്ന ഒരു ദിവസം വേണമെങ്കിൽ അന്ന് കൂർക്കം വലിയുണ്ട്. ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മദ്യം കഴിച്ചു കിടക്കുന്ന ദിവസങ്ങളിൽ ചിലർ കൂർക്കം വലിക്കും, അല്ലാത്ത ദിവസം ഉണ്ടാവില്ല. അതെന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ഈ ശ്വാസനാളത്തിന്റെ തടസ്സം കൂടും. കാരണം അവിടെ നീർക്കെട്ട് മാതിരി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, കാരണം ഈ ഒരു സർജറി കഴിഞ്ഞ് ഇത്രയും അവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ഹെൽത്ത് കുറച്ചൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തണം അവരുടെ ശരീരത്തിന്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ആൾക്കാർ, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ആ ഒരു ഹെൽത്തിന്റെ ഒരു ഇത് ഇപ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല പലർക്കും. ഒരു BP ഒരു ഷുഗറും മാത്രമേ അവർക്ക്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കും. ഇതും ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തായാലും വലിയൊരു ആരോഗ്യ പ്രശ്നമായി തന്നെ അത് നിൽക്കും. നമ്മൾ പല രോഗങ്ങളും, ഇപ്പം ഹൃദയാഘാതം അല്ലെങ്കിൽ കരൾ രോഗം, വൃക്കയ്ക്കുള്ള പ്രോബ്ലം, ഇതൊക്കെ പലതും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്, അല്ലെങ്കിൽ വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷെ ഇതൊക്കെ വലിയൊരു പ്രശ്നമായി തന്നെ ഇതെല്ലാത്തിനും കാരണമാകുന്ന ഒരു വിഷയം എന്ന്. അതെ, തീർച്ചയായും അതും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം കൂടിയാണിത്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ പ്രേംജി പുലർവേളയിൽ എത്തിയതിന്, ഈ ഒരു ഉറക്കദിനത്തിൽ ഈ കൂർക്കം വലിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞതിന്.